Praise the Lord. A very good morning to you all. May God bless everyone. Have a wonderful supernatural Saturday. The weekend, everyone is in their houses and enjoying with their families. So may God bless everyone with a wonderful weekend. Hallelujah. Have a blessed, wonderful, supernatural Saturday. Hallelujah. Be happy. Hallelujah. Ori kalabashatara. Be hallelujah's time, your precious time with your family. Okay. May God bless you. So keep Jesus with you always. Hallelujah. Do the right things out of love and honor for Jesus. നമ്മൾ എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും നമ്മുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ചെയ്യുക. ഹല്ലേലൂയ. നമ്മൾ പറയാറില്ലേ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പം ഹല്ലേലൂയ, അമ്മമാർ തരുമ്പം അമ്മമാർ ഒരു ഉരുളി തന്നാലും അതിന് ഭയങ്കര ടേസ്റ്റാണ്. ഹല്ലേലൂയ. ആ സ്നേഹം അതിലൂടെ പകർന്നത് കൊണ്ടാണ് അതിന് അത്രയും ടേസ്റ്റ് അല്ലേ. അനുഭവമുള്ളവർക്ക് മനസ്സിലായി കാണും. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് വേണം കർത്താവിന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കർത്താവ് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് റിവാർഡ് തരും. ദൈവമക്കളെ, നമ്മളൊരു കാര്യം കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യരുത്. അതൊരു സ്നേഹമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് ഈവൻ ദെൻ ഗോഡ് ഈസ് പ്രോമിസിങ് us that he will reward us if you walk with him and obey his commandments. Okay, so first let us worship the Lord. Hallelujah. വാഴ്ത്തുകതി മദമേ എൻ പരനേ, വാഴ്ത്തുകനീ പരമേ, വാഴ്ത്തുകതി മനമേ എൻ പരനേ, വാഴ്ത്തുകനീ മനമേ, വാഴ്ത്തുകതൻ ശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുകതൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, നിന്ന കൃത്യം പരനൊക്കെയും പോക്കി, നിന്ന കൃത്യം പരനൊക്കെയും പോക്കി, തിണ്ടമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, തിണ്ടമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വായ്ക്കവൻ തൃപ്തിയെ തന്നു, നവ്യമകുന്നു നിൻ യൗവനമിന്നു, നവ്യമകുന്നു നിൻ യൗവനമിന്നു, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, മക്കളിൽ കാരുണ്യം താതനെന്നോടം, മക്കളിൽ കാരുണ്യം താതനെന്നോടം, ഭക്തരിൽ വാത്സല്യവാനവന്നൂരം, ഭക്തരിൽ വാത്സല്യവാനവന്നൂരം,
പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർത്താൽ എത്ര സ്തുതിച്ചാൽ മതിയാവും ദൈവമൊക്കെ. നമ്മുടെ അകൃത്യമൊക്കെ പരൻ പോക്കി. ഹാലലൂയ. നമ്മുടെ എത്ര രോഗസൗഖ്യങ്ങൾ നമുക്ക് തന്നു, നമുക്ക് എത്ര വിടുതലുകൾ കർത്താവ് തന്നു. ഹാലലൂയ. ഓ റീബാസ്യാന്തര റീബശന്തര അധികാലകശത്തര. എത്ര കർത്താവിനെ സ്തുതിച്ചാൽ മതിയാവും. നമ്മുടെ ഈ ജീവിതം ഹാലലൂയ എന്തെങ്കിലും ഓർത്ത് ഹാലലൂയ നിഗളിക്കുന്നുണ്ടെങ്കിൽ, അല്ല എനിക്ക് സമ്പത്തുണ്ട്, അല്ല എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അല്ല എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, അല്ല എനിക്കൊരു നല്ല ജോലിയുണ്ട്, എനിക്ക് ഒരുപാട് സ്വത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഹാലലൂയ സ്വയം പുകഴുന്നുണ്ടെങ്കിൽ, കർത്താവ് ഈ പ്രഭാതത്തിൽ പറയുവാണ്, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഓൾ ദോസ് തിങ്സ്. ഹാലലൂയ. നമ്മുടെ ജീവിതം ദൈവമക്കളെ പുല്ലിന് തുല്യമാണ്. ഹാലലൂയ. ധാരാഭാഷാന്തര. ഈ കൊറോണ കാലത്ത് ഹാലലൂയ എല്ലാവർക്കും കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഹാലലൂയ. നമ്മുടെ ആരുടെയും കയ്യിലല്ല നമ്മുടെ ആയുസിരിക്കണേ, കർത്താവിൻ്റെ കരത്തിലാണ്. ഹാലലൂയ. വി ഡോണ്ട് നോ ഹൗ മെനി ഡേയ്സ് വി ആർ ഇൻ ദിസ് വേൾഡ്. ഹാലലൂയ. ധാരാളം നമ്മുടെ ഒക്കെ ജീവിതം പുല്ലിന് തുല്യമാണ്. അപ്പം ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ഏറ്റവും ഹാലലൂയ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കർത്താവിനെ കൊടുത്ത് നമ്മൾ ജീവിക്കുക. ഹാലലൂയ. കർത്താവിന് വേണ്ടി ജീവിക്കുക. ഹാലലൂയ. കർത്താവിനെ സന്തോഷിപ്പിക്കുക. ഹാലലൂയ. കർത്താവിന് പ്രസാദകരമായി ജീവിക്കുക. ഹാലലൂയ. നമുക്കറിയാം, ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂ വിരിഞ്ഞ് ഹാലലൂയ മൊട്ട് വിരിഞ്ഞ് ആ റോസാപ്പൂ കാണാൻ എത്ര ഭംഗിയാണ്. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം ആ പൂവിൻ്റെ ഇതളുകൾ ഓരോന്നും ആ പുഷ്പത്തിൽ നിന്ന് താഴെ വീണ് അത് ആ പുഷ്പത്തിൻ്റെ ഭംഗിയെല്ലാം നഷ്ടമായി പോവും അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ഒന്നിലും, നമ്മുടെ സൗന്ദര്യത്തിലോ നമ്മുടെ ഒന്നിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ബിക്കോസ് ഇൻ ആർ ലൈഫ്സ് ഹാലലൂയ. ഞാൻ ആരെയും ഡിസ്കറേജ് ചെയ്യുമല്ല, ഇതൊരു നമ്മുടെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഹാലലൂയ. നമ്മുടെ എല്ലാ ജീവിതം കർത്താവിൻ്റെ കരത്തിലിരിക്കുവാണ്. കർത്താവ് നമുക്കൊരു ദിവസം കൂടി ആയുസ് തന്നിരിക്കുവാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ ഒരു ദിവസം നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും? കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, അങ്ങനെ ഇത്രമാത്രം സ്നേഹിച്ചു, എൻ്റെ ജീവിതം പുല്ലിന് തുല്യമാണെന്നങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പുഷ്പത്തിന് തുല്യമാണെന്നങ്ങ് പറഞ്ഞു. ഹല്ലേലൂയ. ആ പൂ മൊട്ട് വിടർന്ന പൂവായി നിൽക്കുമ്പോൾ അനേകർ നമ്മളെ എന്താ പറയുക കാണും, ആസ്വദിക്കും. ഹല്ലേലൂയ. അതിൻ്റെ മണം നുകരും. ഹല്ലേലൂയ. അതിൻ്റെ ഫ്രാഗ്രൻസ് എന്താ പറയുക അനുഭവിച്ചിട്ട് ആ റോസിന് അടുക്കലേക്ക് അടുത്ത് വരും അല്ലേ? പക്ഷേ ആ പൂവിൻ്റെ ഇതളുകളെല്ലാം നിലത്ത് വീണ് ആ പെറ്റൽസൊക്കെ താഴെ പോയി ആ പൂവിൻ്റെ ഭംഗി കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെ നോക്കുമോ? ദൈവമക്കളെ, നമുക്കൊരു രോഗം വന്നാൽ തീർന്നു. ഹല്ലേലൂയ. നമ്മളെയൊക്കെ സ്നേഹിക്കുന്നവർ, നമുക്ക് ചുറ്റും നിൽക്കുന്നവർ, നമ്മളെ ആശ്വസിപ്പിക്കാൻ വന്നവർ, കഴിഞ്ഞ നാളിൽ നമ്മളോട് കൂടെ നിന്നവർ, നമ്മുടെ കൂടെയുള്ളവർ പോലും ഹാലലൂയ നമ്മളെ വിട്ടുപോകും ദൈവമക്കളെ. ഹാലലൂയ. ആ സമയത്തും നമ്മളോടടുത്ത് നിൽക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെ കർത്താവാണ്. ഹാലലൂയ. എൻ്റെ കർത്താവ് നമ്മുടെ ഭംഗി നോക്കിയിട്ടോ, നമ്മുടെ സമ്പത്ത് നോക്കിയിട്ടോ, നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടോ, ഞാൻ ഇന്ന ഒരു വലിയ ഫാമിലി ഞാൻ ജനിച്ചതുകൊണ്ടോ അല്ലല്ലോ നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. He loved us with his everlasting love. Hallelujah. Rikhabashyantara Ribashantara. തൻ്റെ നിയമങ്ങളെ കാത്തിടുന്നവർക്ക് ഹാലലൂയ തൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും കർത്താവത്തെ കാണിക്കും. ഹാലലൂയ. റീബാരാസ്യാന്തര. നമുക്ക് തോന്നും നമ്മൾ ഈ ചുറ്റും നോക്കണ കിളികൾ, ഈ നേച്ചർ, ആക്ച്വലി ദേ ആർ ഓൾ പ്രൈസിങ് ഗാഡ്. ഹല്ലേലൂയ. നമ്മളത് അറിയുന്നില്ല. ഹല്ലേലൂയ. ബഷന്തര. Hallelujah. Do we love God? Are we praising God? Hallelujah.
ധാരാഭാഷത്തര പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ എൻ്റെ ഉള്ളത്തിൽ ഇട്ട് തന്നൊരു തോട്ടാണ്. ഓറി കാലാബസൻ. നമ്മൾ വേഗം പ്രാർത്ഥിച്ച് മെസ്സേജിലേക്ക് കടക്കുക. Because I told you, no, I don't want to pray for everything again because I have already posted the other tongues prayer. So Rabasiyantara പരിശുദ്ധ പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പയുടെ പാദപെടുത്തി കടഞ്ഞു വരുന്നു. അപ്പം അങ്ങനെ തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. കർത്താവിന് ഞങ്ങളോട് പ്രഭാതത്തിൽ സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ഒരു പ്രഭാതം കൂടി കർത്താവ് ഞങ്ങൾക്ക് തന്നല്ലോ. അതിനായി എൻ്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. കർത്താവേ, ഓ കർത്താവേ, വചനം പറയുവാൻ ഹല്ലേലൂയ അടിയനെ ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയൻ്റെ നാവോട് കൂടി ഇരിക്കണമേ. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി ഈ പ്രഭാതി ജീവനോടെ ശ്വാസത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് നടക്കുവാൻ കർത്താവ് കൃപ തന്നു, ശ്വാസം തന്നു. എൻ്റെ അപ്പനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നു. എല്ലാം അപ്പൻ്റെ മഹത്വം. ഹല്ലേലൂയ. എല്ലാ ക്രെഡിറ്റും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് മാത്രമാണ്. യു ആർ എവർ സ്വീറ്റ് ഡാഡി. ഹാലബശന്തര അധികാരകസന്തര ഓറിഖാസ്യാന്തര. കർത്താവെ പ്രേരകനെ എല്ലാവരെയും പപ്പ അനുഗ്രഹിച്ചാട്ട്. ഓറിഹാസ്യാന്തര ബസന്തര. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി ഓരോ തുള്ളി രക്തവും ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു. അവസാനത്തുള്ളി രക്തവും ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു. ഞങ്ങളെ ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവാണ്. ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാനായിട്ട് ഹല്ലേലൂയ കർത്താവിനോടൊപ്പം എന്നേക്കും വസിക്കാനായിട്ട് ഹല്ലേലൂയ. ഓ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച കർത്താവാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്ന കർത്താവാണ്. ഓ ഡാല സിഖാറാബ. കർത്താവെ, ഞങ്ങൾ എത്ര നാൾ ഈ ഭൂമിയിലായിരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉള്ള നാളുകൾ കർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സോ ലെറ്റ് us go to the promise soon. നമ്മളിന്ന് എടുത്തേക്കണേ ഹല്ലേലൂയ John 14:23 ആണ്. That means if anyone loves me, he will keep my word and my Father will love him. Hallelujah. നമുക്കതിൻ്റെ മലയാളം കൂടി വായിക്കാം. John 14:23. Hallelujah. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും പറയും അല്ലേ, ഞാൻ എൻ്റെ കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന്. നമ്മുടെ ആരോട് നമ്മൾ സാക്ഷ്യം പറയുവാണേലും വി വിൽ സേ ദാറ്റ് ഞാൻ എൻ്റെ കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ധാരാഭാഷന്തര. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുവാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് എന്നാ പറഞ്ഞേ? ഇഫ് യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ യു വിൽ ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. ഹല്ലേലൂയ. ഓറി ബാര സാന്തരാല ശിഖേരെ ദിബിഖോ റുഗു ശിഖാരബ സ്യാന്തര ഹാലബ ശിഖരബ. നമ്മൾ എന്താ പറയുക, കർത്താവിൻ്റെ കമാൻഡ്മെൻറ്റ്സ് നമ്മൾ അനുസരിക്കാതെ, കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് പ്രസാദിക്കുന്നില്ല ദൈവമക്കളെ. ദാറ്റ് ഇസ് എ റിയൽ തിങ്. ഹാലലൂയ. ധാരാബ ഷിഖാലാബ. നമുക്കറിയാം റീബാസ്യാന്തര. ഇഫ് അതിൻ്റെ NKJV വേർഷൻ നോക്കിയപ്പോൾ യു വിൽ ഒബേ. ഇഫ് യു ലവ് മീ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങളെ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഹാലലൂയ. ധാരാബ സിഖാരാബ ഋതികെ സിഖാരലാബ ശംധരാബ. നമ്മുടെ സ്നേഹം കർത്താവിനോടുള്ളത് കറക്റ്റാണോ എന്നറിയാൻ നമ്മുടെ ഒരു വലിയൊരു തീച്ചൂളയിലൂടെ നമ്മൾ കടക്കുമ്പോൾ അറിയാം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേന്ന്. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ തന്നെ John 14:21 നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതിയേക്കണം, ഹി ഹു ഹാസ് മൈ കമാൻഡ്മെൻറ്റ്സ്. കർത്താവ് വീണ്ടും പറയുവാണ്, ഹി ഹു ഹാസ് മൈ കമാൻഡ്മെൻറ്റ്സ് ആൻഡ് കീപ്സ് ദം, ഇറ്റ് ഈസ് ഹി ഹു ലവ്സ് മീ ആൻഡ് ഹി ഹു ലവ്സ് മീ വിൽ ബി ലവ്ഡ് ബൈ മൈ ഫാദർ ആൻഡ് ഐ വിൽ ലവ് ഹിം ആൻഡ്
manifest myself to him. Hallelujah. അതിൻ്റെ മലയാളം വായിക്കാം. ജോൺ 14:21. അതിൻ്റെ മുന്നേ കിടക്കിട വചനം, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഹാലേലൂയ. ധാരാബ സിഖാരാലബ ഷിഖാരാബ ഋതികെ സിഖാരാലബ. നമുക്കറിയാം ഇസ്കറിയോത്ത് യൂദ അവനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് എന്ത് സംഭവിച്ചിട്ടാണ് നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് യൂദ അവിടെ. അപ്പം കർത്താവ് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞത്. നമ്മൾ പുതിയ നിയമം മുഴുവൻ പഠിക്കുമ്പോൾ കർത്താവ് പിതാവിൻ്റെ അടുക്കൽ പോയിരുന്ന് എത്രയോ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് പിതാവ് പറയുന്നത് അനുസരിച്ചാണ് ഭൂമിയിൽ കർത്താവ് ചെയ്തത്, യേശു കർത്താവ് ചെയ്തത്. നമ്മളും അപ്രകാരം യേശു കർത്താവ് നമ്മളോട് പറയുന്നത്, കർത്താവ് എന്താണ് വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഹാലലൂയ. റിഖാല ബസ്യാന്തര അധികോ രകശന്തര. അതിൻ്റെ 26-ാം വാക്യമാണ്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാറുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹാലേലൂയ. കർത്താവ് പോണേന് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹാലേലൂയ. ധാരാഭാഷാന്തര അറിത അറതു രഗതികസ്യ. നമ്മൾ 1 യോഹന്നാൻ 5:3 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയേക്കണേ, for this is the love of God that we keep his commandments and his commandments are not burdensome. Hallelujah. സോ റീകാലാബാസന്തര ജോൺ 21 നമുക്കറിയാം, ജീസസ് ക്രൈസ്റ്റ് ആഫ്റ്റർ ഹിസ് റിസറക്റ്റ് ചെയ്തിട്ട് പീറ്ററിനോട് പത്രോസിനോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. if he loved him more than the other disciples, Peter answered in the hallelujah. 3 പ്രാവശ്യം പീറ്റർ പറയുന്നുണ്ട് ഹല്ലേലൂയ. ഇവിടെ പത്രോസിനോടാണ് കർത്താവ് ചോദിക്കുന്നത്. കാര്യം പത്രോസിനെ എത്രമാത്രം കർത്താവ് സ്നേഹിച്ചിരുന്നു. ശിഷ്യന്മാരിൽ വെച്ചില്ല, യോഹന്നാനും പത്രോസിനെയും കർത്താവ് ഒരുപാട് സ്നേഹിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ധാരാബ എനിക്ക് തോന്നുന്നു ഡിസൈപ്പിൾസിൽ ലീഡറാക്കി വെച്ചിരുന്നതും പത്രോസിനെ തന്നെയാണെന്നാണ് തോന്നണേ. ഹല്ലേലൂയ. ധാരാബ ഷിഖാരാബി ദിഗേസ്യാന്തര. പത്രോസ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴൊക്കെയും കർത്താവ് 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ 3 പ്രാവശ്യം ചോദിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ നീ സകലതും അറിയുന്നു. ഹല്ലേലൂയ. ധാരാഭാഷാന്തരാധികാരകസന്തര. നമ്മളങ്ങനെയാണോ ദൈവമക്കളെ? നമ്മളോട് തന്നെ പ്രഭാതി ചോദിക്കണം, നമ്മളെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. പത്രോസ് തള്ളി പറഞ്ഞെങ്കിലും വീണ്ടും ആ പത്രോസ് കർത്താവ് സ്നേഹത്താൽ വീണ്ടെടുത്തു. ഹല്ലേലൂയ. പത്രോസ് പിന്നെ നമുക്കറിയാം എത്രയോ ലേഖനങ്ങൾ എഴുതി, എത്രയോ കർത്താവിനെക്കുറിച്ച് ആലയിൽ ശക്തമായി ശുശ്രൂഷ ചെയ്ത പത്രോസാണ്. ഹല്ലേലൂയ. നമ്മളൊരു പക്ഷേ നമ്മുടെ പ്രതികൂലം കാരണം, നമ്മുടെ പ്രയാസങ്ങൾ കാരണം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ, today God is asking you to come back. പത്രോസേ, you come back. ഹല്ലേലൂയ. എൻ്റെ ആടുകളെ മേയ്ക്കുക. ഹല്ലേലൂയ. ധാരാബാസി ഖാരാബ. നമുക്കറിയാം സങ്കീർത്തനം 40:8 നമ്മളെടുത്ത് വായിച്ചാൽ, ഓടാല സിഖാരാബി ദിഗെ സിഖാരാല ഷിഖാലാബ ഋതികെ ധാരാല ഷിഖോറാബി ആരാസ്യാന്തര. 40:8 പറയുന്നു, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് ചോദിച്ച ചോദ്യമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ദാവീദ് എപ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ദാവീദാണ്. ഹല്ലേലൂയ. ധാരാബഷന്തര ഓറിത ബസ് സാം 119 എല്ലാ വചനവും എടുക്കാൻ സമയമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുക. 119 നമുക്ക് കാണാം, ഐ വിൽ ഡിലൈറ്റ് myself in your statutes, I will not forget your word. നിൻ്റെ വചനങ്ങൾ എപ്പോഴും
ഞാൻ പാലിക്കും, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും, ഞാൻ ഒരിക്കലും മറന്നു പോകുകയില്ല. അതിൻ്റെ തന്നെ 24th വേഴ്സ് പറയുന്നു, യുവർ ടെസ്റ്റിമണീസ് ആർ ഓൾസോ മൈ ഡിലൈറ്റ് ആൻഡ് മൈ കൗൺസിലേഴ്സ്. ഹല്ലേലൂയ, നിൻ്റെ സാക്ഷ്യങ്ങളാണ് ഹല്ലേലൂയ എന്നെ ഡിലൈറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സോ മേക്ക് മീ വാക്ക് ഇൻ ദ പാത്ത് ഓഫ് യുവർ കമാൻഡ്മെൻറ്റ്സ് ഫോർ ഐ ഡിലൈറ്റഡ് ഇൻ. അതുകൊണ്ട് അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. യെശയ്യാ 11 നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഹിസ് ഗ്രേറ്റസ്റ്റ് ജോയ് വിൽ ബി ടു ഒബേ ദ ലോർഡ്. ഹല്ലേലൂയ. He will delight in obeying the Lord. Hallelujah. Thalabashikara. മത്തായി 22:37 പറയുന്നു, let your greatest joy be to obey God. Hallelujah. Delight in obeying Him. Love Him. Love the Lord with all your heart, soul and mind. നിങ്ങളുടെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ. ഹല്ലേലൂയ. Let me take that verse, Matthew 22:37. ഉഡാല സാന്തരാബിദേഗെ സിഖാരല ശാന്തരാബിദേഗെ ഉഡാല ദുദഗെ സിഖാരാബിദേഗെ ഉഡാര സ്യാന്തര 22:37. ഹല്ലേലൂയ. ഈശോ അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ ദൈവമക്കളെ? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ധാരാബാല ശാന്തരവിരികെ ഉടാലദൂരഗതികസ്യാറിബശന്തര. കർത്താവിൻ്റെ സ്നേഹം ഈ പ്രഭാതത്തിൽ നമ്മളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ധാരാബാര ശിഖാലാബറിതികെ ഉറിദിബി ഖാലാബറിതികെ സിഖാരലാബശത്തരാബ. ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മളിന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട കാര്യമുണ്ട് ദൈവമക്കളെ. വചനം നമ്മളോട് ഇടപെട്ടിരിക്കുക. നമ്മുടെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട്, നമ്മൾ എത്രത്തോളം കർത്താവിനോട് അടുത്തിട്ടുണ്ടെന്നുള്ളത് ഹല്ലേലൂയ ഓരോ നിമിഷവും നമ്മളോട് തന്നെ ചോദിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസാണ്. ഡു യു ലവ് ഗോഡ്? First question. Second question, if you love God, you will obey Him. Hallelujah. ധാരാബശന്തര. ഇതുവരെയും കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കാത്തവർ, pray this prayer after me. That is, admit that you are a sinner and you cannot save yourself and repent of yourself. നമ്മളെക്കൊണ്ട് സ്വയം നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. So confess Jesus as your Lord and Savior. ഓ റിമാരാസ്യാന്തറബി. കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ പാപിയാണ്, എൻ്റെ പഴയ ജീവിതത്തെ ഞാൻ ഹല്ലേലൂയ കളയുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങളെ കഴുകണമേ, നിന്നോടും അപ്പനോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് തിരക്താൽ കഴുകി തൻ്റെ സ്വന്തം മകനും മകളുമാക്കി തീർക്കും. യു ജസ്റ്റ് സേ ലൈക്ക് ദിസ്, ഓ ലോർഡ് ഗോഡ്, ഐ കം അൺടു യു ടുഡേ. I know I am a sinner and I cannot save myself. I believe that Jesus is the Son of God who died on the cross to save me, and God raised him on the third day. I repent of my sins and confess Jesus as my Lord and Savior. I surrender my life to Jesus now and invite Jesus into my heart. By this prayer, I know I am saved. Thank you, Jesus, for saving me and making me as a child of God. If you have prayed this prayer after me, you are saved. You have received Jesus Christ as your Savior and Lord. Oh, my heart congratulations to you. Hallelujah. God has made you as His child. Hallelujah. So what does it mean to keep God's commandments? Hallelujah. നമ്മൾ വിചാരിക്കും, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, കുറേ ലിസ്റ്റ് ഓഫ് തിങ്സ് ഉണ്ട്, അതൊക്കെ ചെയ്താൽ കർത്താവിന് ഇഷ്ടമാകുന്നു. ഹല്ലേലൂയ. ഓരോ ബസ്യാന്തര നമ്മൾ വിചാരിക്കും, നമ്മളൊരു വിശുദ്ധ ജീവിതം നയിച്ചാൽ കർത്താവിന് പ്രസാദമാകും. അല്ലെങ്കിൽ നമുക്കൊക്കെ കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. എന്താ പറയുക, അപ്പം പക്ഷേ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രമാണിക്കാൻ നമ്മളെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും ദൈവമക്കളെ ഹി ഈസ് നോട്ട് പ്ലീസ്ഡ്. ഹല്ലേലൂയ. ഓ ബാസ്യാന്തര. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനെ അനുസരിക്കുന്നു പറഞ്ഞാൽ നമ്മളൊരു സൺഡേ പ്രെയർ അറ്റൻഡ് ചെയ്യുന്നു, നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ വാക്കുകളിൽ,
നമ്മുടെ പ്രവൃത്തികളിൽ ഹല്ലേലൂയ നമ്മുടെ ഈവൻ ആ തോട്ട്സ് കർത്താവ് വാച്ച് ചെയ്യുന്നുണ്ട്. ദ ഇൻറ്റൻഷൻ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണതിന് പിന്നിൽ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, ദ ഇൻറ്റൻഷൻ about hallelujah the thing that we are doing in our lives is also washed by God. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ പുറമേ ചിരിച്ച് നമുക്ക് പല കാര്യങ്ങളും പ്രസംഗിക്കാനും എന്താ പറയുക, പ്രസംഗിക്കാനും പറയാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ക്രിസ്ത്യൻ ലൈഫ് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇപ്പം തന്നെ 25 minutes ആയെങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. പണ്ടെപ്പോഴും ഞാൻ അതോ ഏതോ സൂം മീറ്റിങ്ങിലാണ് പറഞ്ഞതെന്ന് തോന്നും. അത് US നടന്നൊരു കാര്യമാണ്. അവിടെ ഒരു ഫാമിലി, ദേ ആർ ഫ്രം ഓർത്തഡോക്സ് ആയിട്ടുള്ള യാക്കോബിൻ്റെ അതിൽ വരുന്ന യാക്കോബക്കാരാണ്. അപ്പം അവരൊരു ഹസ്ബൻഡും വൈഫും നേഴ്സസാണ്. അവരുടെ ഭവനത്തിൽ ഒരു അപ്പച്ചനെ പോലെ ഒരാൾ വന്നിട്ട് ഒരു പ്രഭാതത്തിൽ ഡോറിൽ മുട്ടി അവരോട് സുവിശേഷം പറഞ്ഞു. അവരുടെ ഭവനത്തിൽ അവർക്കൊരു ബൈബിൾ ഉണ്ടായിരുന്നു, പക്ഷേ ദേ നെവർ റെഡ് ദറ്റ് ബൈബിൾ. ആ ബൈബിൾ ഒരിക്കലും അവർ വായിച്ചിട്ടില്ല. ആ ബൈബിൾ എടുത്ത് അവരൊരു ഭയങ്കര ഇഷ്യൂസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല, കാര്യം വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ടെസ്റ്റിമണിയാണ്. ഹല്ലേലൂയ. ഇന്നലത്തെ കാര്യം പോലും എനിക്ക് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിവേ പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഐ ഡിപ്പെൻഡ് ഓൺ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എന്തൊക്കെയോ വിഷയങ്ങളിൽ അവർ ഭയങ്കര ഭാരത്തിലായിരുന്നു. ഫാമിലി ഇഷ്യൂ ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. ധാരാഭാഷന്തര ഹസ്ബൻഡ് വൈഫായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ പള്ളിയിലൊന്നും പോണില്ല. ലൈഫിൽ അറിയാമല്ലോ, നമുക്ക് ഫാമിലി ഇഷ്യൂസ് വന്നാൽ ഹസ്ബൻഡ് വൈഫിനെ ചർച്ചിൽ പോകാൻ സമ്മതിക്കത്തില്ല, പിള്ളേരും ചർച്ചിൽ പോകത്തില്ല, ശത്രു ഇങ്ങനെയൊക്കെ ഒരു ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു അപ്പച്ചൻ വന്നിട്ട് അപ്പച്ചൻ അവരോട് ബൈബിൾ എടുത്ത് കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു. അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത് അവരുടേതായ ബൈബിളായിരുന്നു കേട്ടോ. ബട്ട് ഹീ ഗീവ് ദ വേഴ്സസ്. ഹല്ലേലൂയ. ഫ്രം നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ നിന്ന് കുറേ വചനങ്ങൾ അവരോട് പറഞ്ഞു. അവർക്ക് ആ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ചായിട്ട് തോന്നി. കാരണം ഇതുവരെയും അവർ പള്ളിയിൽ പോയിട്ടുണ്ട്. നമുക്കറിയാം പല ഡിനോമിനേഷൻസ് ചേർച്ചസും അവർ ആക്ച്വലി ദേ വോണ്ട് റീഡ് ബൈബിൾ. ഇവിടെ എനിക്കൊരു സിസിലി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. ചേച്ചി കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങളും കാണുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വചനത്തിൽ നിന്ന് പറയും. ചേച്ചി ആക്ച്വലി ഷീ വാസ് ആൻ ഓർഫൻഡ്. ഷീ വാസ് മാരീഡ് ടു സംബഡി ആൻഡ് ആ ഹസ്ബൻഡ് മരിച്ചു പോയി. ഇപ്പോൾ വിഡോ ആണ്. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പുറത്തെ ആൻറ്റിയാണ് ചേച്ചിയുടെ വീട്ടിലെ ആ ഷോപ്പിൽ ഈ ചേച്ചി എപ്പോഴും വന്നിരിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാറുണ്ട്. കാരണം അവിടെ വരുന്നവരോടൊക്കെ ജസ്റ്റ് വി ക്യാൻ ഇൻട്രാക്ട് നോ. നമ്മൾ മീറ്റിങ്ങിൽ കൊണ്ടുവരാം, അവരെ കർത്താവിനോട് സുവിശേഷം പറയാം. അങ്ങനെയൊക്കെ ആണല്ലോ സഹോദരിമാർ കണ്ടുമുട്ടുമ്പോൾ, അല്ലേ? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതൊക്കെയല്ലേ. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ ചേച്ചിയോട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പം ചേച്ചിക്കൊന്നും അറിയത്തില്ല. ഒരു പാവമാണ് കേട്ടോ, ഭയങ്കര പാവമാണ്. അപ്പം ചേച്ചി പറയണ ഒരു കാര്യം, അതായത് ചേച്ചി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, നല്ല ഏജ് ഉണ്ട്, അബൌട്ട് 60 സംതിങ് ഉണ്ടെന്നാണ് തോന്നണേ. പക്ഷെ ഭയങ്കര സുന്ദരി ആൾ കാണാനായിട്ട്, ഭയങ്കര ബോൾഡാണ് കേട്ടോ. ഒറ്റയ്ക്കാണ് ജീവിക്കണേ, ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് ജീവിക്കണേ. ഷീ ഈസ് വെരി ബോൾഡ്. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി എൻ്റെ ഈ വചനങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ ബൈബിളിലില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, വി വോണ്ട് റീഡ് ബൈബിൾ. ഞങ്ങൾ ബൈബിൾ വായിക്കത്തില്ല. അപ്പച്ചൻ ചർച്ചിലെ പാസ്റ്റർ മീൻസ് അവരുടെ അച്ഛൻ വായിച്ചു തരുന്നത് കേൾക്കണേ അല്ലാണ്ട്, കുർബാന കൂടണേ അല്ലാണ്ട് അവർക്ക് ഈ ബൈബിളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതിനകത്ത് എന്താ എഴുതിയേക്കണേന്ന് അവർക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ സെയിം സിറ്റുവേഷനാണ് നമ്മൾ ഈ പറഞ്ഞു വന്ന ടെസ്റ്റിമണിയിലുള്ളതും. അപ്പം ഹല്ലേലൂയ, പലതും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച് കൊണ്ടുവരുന്ന ഈ സമയം കൊണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഈ അപ്പച്ചൻ, ഒരു വയസ്സായ അപ്പച്ചൻ വന്നു. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ആ സ്ഥലത്ത് US അവർ താമസിക്കുന്ന സ്ഥലത്ത് എപ്പോഴും മഞ്ഞ് പെയ്യണ, എപ്പോഴും ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കും. അവിടെ ഡോർ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ വന്ന് മുട്ടും. ഈ യഹോവ സാക്ഷികളാണ്. അപ്പോൾ അത് കാരണം ഇവർ ഡോർ തുറക്കത്തില്ല എപ്പോഴും. അപ്പം ഇങ്ങനെ ഈ അപ്പച്ചൻ വന്ന് കുറേ നേരം മുട്ടി എപ്പോഴത്തേക്കും ഈ സിസ്റ്റർ വളരെ ഭാരത്തോടെ, കുഞ്ഞുങ്ങളെ അന്ന് സ്കൂളിൽ വിട്ടില്ല, ഭാരത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ്.
പുറത്ത് ഭയങ്കര മഞ്ഞ് പെയ്യണമുണ്ട്. അപ്പം ഇതാരാ ഈ സമയത്ത്? അപ്പോൾ ഇവർ വിചാരിച്ചു യഹോവ സാക്ഷികളായിരിക്കും കേട്ടോ. അപ്പം എന്നിട്ട് ജനലിൽ കൂടെ ഇങ്ങനെ മഞ്ഞ് നമുക്കറിയാമല്ലോ, US ഇങ്ങനെ മഞ്ഞ് പെയ്ത് കിടക്കുമ്പം ഗ്ലാസ് ഡോറെല്ലാം കവേർഡായി. അത് മാറ്റി നോക്കിയപ്പോൾ ഒരു വയസ്സായ അപ്പച്ചനാണ്. അപ്പോൾ അവർ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് വല്ലതും എന്തോ ആയിരിക്കും ഒന്ന് തുറന്ന് അപ്പോൾ അകത്തേക്ക് കയറി. ഈ അപ്പച്ചൻ അകത്ത് കയറിയപ്പോൾ തന്നെ സിസ്റ്റർ പറയുന്നു ഭയങ്കര ദൈവ സാന്നിധ്യം, ദർ ഇസ് സംതിങ്. അവരുടെ ഭവനത്തിൽ ആ ഡാർക്ക്നെസ് എല്ലാം അങ്ങോട്ട് മാറി. കാര്യം ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി, ഭർത്താവ് ജോലിക്ക് പോയി, വൈഫിന് ജോലിക്ക് പോകേണ്ടതാണ്, അവരും ജോലിക്ക് പോയില്ല, കുഞ്ഞുങ്ങളെയും സ്കൂളിലോട്ട് വിട്ടിട്ടില്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അപ്പച്ചൻ വന്ന് വചനം എല്ലാം പഠിപ്പിച്ചു. രക്ഷയെക്കുറിച്ച് പറഞ്ഞു, സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അങ്ങനെ ഈ സിസ്റ്റർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പക്ഷേ ആ സിസ്റ്ററിനെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവരൊരു വലിയ പ്രോബ്ലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് പലതും ഓർമ്മ വരുന്നു. ആക്ച്വലി അവരുടെ ഇഷ്യൂസ് ഇതായിരുന്നു. പുള്ളിക്കാരി ഒരുപാട് പാവപ്പെട്ട ഒരു ഭവനത്തിൽ നിന്ന് നേഴ്സായിട്ട് പഠിച്ച് ഇങ്ങനെ US വന്നതാണ്. അപ്പം സിസ്റ്റർ കിട്ടുന്ന ക്യാഷ് മുഴുവൻ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. സ്വന്തം ഫാമിലിക്ക് വേണ്ടി, മീൻസ് തൻ്റെ ഹസ്ബൻഡിന് കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യില്ലായിരുന്നു. കാര്യം അത്രയും പേരൻസിനെ ഒത്തിരി സ്നേഹിച്ചിരുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പഠിക്കണം. അപ്പം ഫുൾ സാലറി അങ്ങടേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. ഇങ്ങനെ അങ്ങടേക്ക് പോയാൽ ലൈഫ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴക്കാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ ആൾക്കാരായിരിക്കും എന്തോ വലിയ പ്രശ്നം. നോ, ഇറ്റ്സ് സിമ്പിൾ തിങ്ങാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് അവരുടെ ഇടയിൽ വലിയ സ്നേഹത്തോടെ അവരിവിടെ ഒരുമിച്ച് നാട്ടിൽ വർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് ഏജൻസി വഴി US പോയവർ നേഴ്സസ്, 2 പേരും നേഴ്സസാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു, സിസ്റ്റർ പിണങ്ങിയിരിക്കുവാണെങ്കിൽ ഹസ്ബൻഡ് ഫോൺ എടുക്കുമെന്ന് അറിയത്തില്ല. ഹസ്ബൻഡിനെ അപ്പം തന്നെ വിളിച്ചു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്നാടി. അപ്പോൾ അവർ ഞെട്ടിപ്പോയി, ദൈവമേ ഇത്രയും നേരം വഴക്കുണ്ടാക്കി ഷൗട്ട് ചെയ്തിട്ട് പോയ ഹസ്ബൻഡാണല്ലോ, എന്നിട്ട് വളരെ സ്വീറ്റായിട്ട് സംസാരിക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു അപ്പച്ചൻ വന്നിരുന്നു, ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞു തന്നു, ഇതാണ് എന്നിട്ട് എന്നോട് അപ്പം പറഞ്ഞു ഇനി എങ്ങനാ ഞാൻ ഈ അപ്പച്ചനെ കാണണേ, എന്താ ഇനി എങ്ങനെയാ ഞാൻ കണക്റ്റ് ആവണേ, ഇനി വരുമോ എന്നൊക്കെ ചോദിച്ചു. ഒക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ദാറ്റ് ഇസ് സംതിങ്, എന്തോ ഒരു അത്ഭുതമാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പം അടുത്ത ദിവസവും ഈ സിസ്റ്റർ ഈ സമയത്ത് വെയിറ്റ് ചെയ്തിരുന്നു ഈ അപ്പച്ചൻ വരാനായിട്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കും അപ്പച്ചൻ വന്ന് ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് ഫ്രണ്ടിൽ നമുക്കറിയാം US നല്ല പൂന്തോട്ടങ്ങളും ഫ്രൂട്ട്സിൻ്റെയൊക്കെ നല്ല തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് നിൽക്കണ കണ്ടു, ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനത് പറഞ്ഞില്ലല്ലോ, ഈ സിസ്റ്ററിനോട് ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ കുഞ്ഞുനാൾ തൊട്ട് ആ ഡേ വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ അപ്പച്ചൻ ഈ സിസ്റ്ററിനോട് പറഞ്ഞു. ഓക്കെ. അപ്പം ഈ സിസ്റ്റർ ഞെട്ടിപ്പോയി. അപ്പോൾ സിസ്റ്റർ മനസ്സിലായി ദർ ഇസ് ഒന്നി ഇറ്റ്സ് എ പ്രോഫറ്റ്, അല്ലെങ്കിൽ സംതിങ് സൂപ്പർ നാച്ചുറൽ ആണെന്ന് മനസ്സിലായി. എന്നിട്ട് അപ്പോൾ വീണ്ടും ഞാൻ ഇന്നലെ പറഞ്ഞ വചനങ്ങളൊക്കെ ധ്യാനിച്ചു, എഴുതിയെടുത്തായിരുന്നല്ലോ, എന്തായി ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒക്കെ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ജീസസ് ഇസ് എ റിയൽ ഗാഡ്, ജീസസ് ഇസ് എ എറ്റേണൽ ഗാഡ്, യു വിൽ ഗോ ടു ഹെവൻ, യു വിൽ ഗെറ്റ് ദ എറ്റേണൽ ലൈഫ് ഓൺലി ത്രൂ ജീസസ് ഒക്കെ പറഞ്ഞു, എല്ലാം പഠിപ്പിച്ചു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പം ഹസ്ബൻഡ് നെക്സ്റ്റ് ഡേ അപ്പം തന്നെ വന്നു, അവരോട് സംസാരിച്ചു, പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്ററിനോട് ഈ അപ്പച്ചൻ പറഞ്ഞു, നീ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നീ എന്താ പറയുക, നീ ഫുൾ ഹാർട്ടോടുകൂടി നിൻ്റെ ഹൃദയം പകരുന്ന സമയത്ത് നിനക്ക് ദൈവം നിന്നോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും, നീ അതനുസരിച്ച് ജീവിക്കണം മുന്നോട്ട് എന്ന് പറഞ്ഞു. കാര്യം ഇവരുടെ നാട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇവർ ഇങ്ങനെ യാക്കോബായിന്ന് ഇങ്ങനെ സ്വീകരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ വീട്ടുകാരുടെയും കോൾസ് നിന്നു. സ്വന്തം വീട്ടുകാർ പോലും വിളിക്കത്തില്ല, അവരുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സ് അവരോട് സംസാരിക്കത്തില്ല, ഓഫീസിൽ വരെ ആ ബ്രദർ പറയുന്നു ആരും സംസാരിക്കത്തില്ല. ബിക്കോസ് യാക്കോബ എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു ഓർത്തഡോക്സ് ഒരു ഗ്രൂപ്പാണ്, അത് മീൻസ് അവരങ്ങനെയാണ് വെച്ചേക്കണേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ, അപ്പോൾ ഈ സിസ്റ്റർ ഇത് കഴിഞ്ഞിട്ട് സിസ്റ്റർ
ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചും പിന്നെ ആ അപ്പച്ചനെ കാണുന്നില്ല കേട്ടോ. അതാണ് അതിൻ്റെ സൂപ്പർ നാച്ചുറൽ തിങ്. ഇറ്റ് വാസ് an angel sent by God to deliver them, to share the gospel. അങ്ങനെ ആയിരുന്നു കേട്ടോ ആ സംഭവം. ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിരുന്നു അവരുടെ ലൈഫിൽ. അവർ കർത്താവിനെ സ്വീകരിച്ചത് അന്ന് മുതൽ ആ കുടുംബത്തെ സന്തോഷം കൊണ്ട് നിറയപ്പെട്ടു. എന്നിട്ട് പിന്നെ ഒന്നും ഈ അപ്പച്ചനെ കാണുന്നേ ഇല്ല. ഈ സിസ്റ്റർ നോക്കി പൂന്തോട്ടത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കും. ആ സമയമാകുമ്പോൾ ഈ അപ്പച്ചൻ വരുന്നോ എന്ന്. പക്ഷെ പിന്നെ ഒരിക്കലും ആ അപ്പച്ചൻ വന്നിട്ടില്ല. അപ്പച്ചൻ്റെ ഡ്രസ്സൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട് ഫുള്ളി കവേർഡ്, ഒരു വൈറ്റ് ഗൗൺ ആയിരുന്നു. there was a big presence when he came. അവരുടെ ഭവനത്തിൽ വന്നപ്പം വലിയൊരു ബിഗ് പ്രസൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിതിപ്പം നിങ്ങളോട് ഈ ടെസ്റ്റ് മണി പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച കാര്യം എന്നാണെന്നറിയാം. ഈ സിസ്റ്റർ ദൈവത്തോട് ചോദിച്ചു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സമയം നീ എൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് അപ്പച്ചൻ പോണേന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ, എൻ്റെ വീട്ടുകാർ എല്ലാവരും ഞങ്ങൾക്കെതിരായി. ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു, ഞങ്ങൾ സ്വീകരിച്ചത് സത്യമാണെന്ന് എങ്ങനെയാണ് അവരെ ബോധിപ്പിക്കണേ? അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നിങ്ങൾ വചനപ്രകാരം ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണെന്ന്. ആ സ്നേഹത്തിലേക്ക് അവരാകർഷിക്കപ്പെടും. ഈ ഒരു ടെസ്റ്റ് മണി ഈ വചനത്തിനോടൊപ്പം ചേർത്തത് പരിശുദ്ധാത്മാവാണ് ദൈവമക്കളെ. എനിക്ക് ഓർമ്മ പോലും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. സോ നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ ചെക്ക് ലിസ്റ്റും ഒക്കെ ആയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ വിചാരിക്കും വി ആർ ഡൂയിങ് മെനി തിങ്സ് ഫോർ ഗാഡ്. ഹല്ലേലൂയ. അതൊക്കെ കർത്താവിന് പ്ലീസ് ചെയ്യണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കർത്താവ് സന്തോഷിക്കുന്നത് കർത്താവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോഴാണ്, കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോഴാണ്. വി ഡു ഓൾ ദിസ് when we love him. Hallelujah. നമ്മൾ കർത്താവിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ ടെസ്റ്റ് മണി അനേകരെ ഉണർത്തി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഓറി കാലാബ സന്തര അധികാരക സന്തര. നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്കൊരു പ്രമോഷനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു നന്മ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ്, നമ്മുടെ എബിലിറ്റി കൊണ്ടാണ്, നമ്മുടെ ബുദ്ധി കൊണ്ടാണ് നമുക്കതൊക്കെ ലഭിച്ചതെന്ന്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയുണ്ടായാലും ദൈവമക്കളെ, ഞാനൊരു സാധാരണ വീട്ടിലിടുന്ന ചെരുപ്പ് വാങ്ങിയാൽ പോലും ഞാൻ മറന്നു പോയിട്ടില്ല എങ്കിൽ, ഞാൻ ചിലപ്പോൾ എനിക്ക് ഭയങ്കര മറവിയുള്ള ഒരാളാണ് കേട്ടോ, ഞാനൊരു ചെറിയ സ്ലിപ്പർ വാങ്ങിയാൽ പോലും ഞാനതെടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനത് ഇടുന്നത്. കാര്യം അത് കർത്താവ് തന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പം എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല. വി ഷുഡ് ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട് ടു ഗോഡ്. ദൈവമക്കളെ, നമുക്ക് എന്ത് ലഭിച്ചാലും കർത്താവാണ് നമ്മളെ അത് സഹായിച്ചത്, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ നാവ് കൊണ്ട് പറയണം. ഹല്ലേലൂയ. നെവർ എവർ നമ്മുടെ സ്വന്തം കഴിവിലോ നമ്മൾ ഇന്ന വലിയ ഫാമിലിയിൽ നിന്നുള്ളതാണെന്നോ എന്താ പറയുക ഒന്നും നമുക്കറിയാം. പൗലോസ് എന്തോരം വലിയ ഫാമിലിയിൽ നിന്ന് എത്രയോ റിച്ച് പേഴ്സൺ, സ്വന്തം ഷിപ്പ് വരെ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ. ഹല്ലേലൂയ. ഹീ നെവർ ബോസ്റ്റഡ് ഫോർ എനിത്തിങ്. ഹല്ലേലൂയ. സോ കർത്താവിൻ്റെ ആയുസ്സിൽ പ്രസാദകരമായി നമുക്ക് ജീവിക്കാം. ഹീ വിൽ ടേക്ക് കെയർ ഓഫ് us. ഹീ വിൽ ടേക്ക് കെയർ ഓഫ് അവർ ലൈഫ്സ്. ഹല്ലേലൂയ. So by obeying the Lord, by obeying the commandments of God, we love the Lord. Hallelujah. Oh rikala bashyantara, and he showers us his abundant love, grace and favor upon us. Hallelujah. rikala bashyantara riga regasantara oh rikapiasyantara bisi kalaba. നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളത് ചെയ്യുക തന്നെ വേണം. അതൊരിക്കലും മാറ്റി വയ്ക്കരുത്. ഹല്ലേലൂയ. ധാരാബ. കർത്താവുമായിട്ടൊരു സ്ട്രോങ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി. ഒത്തിരി സമയമായി. സോ ലെറ്റ് മീ പ്രേ ആൻഡ് ക്ലോസ് ദിസ് മെസ്സേജ്. ഹല്ലേലൂയ. എൻജോയ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന് എന്തൊക്കെ ആഗ്രഹം, കർത്താവിൻ്റെ ഇഷ്ടം, നമ്മൾ കർത്താവിനോടുകൂടി ചേർന്ന് നടക്കാൻ മാത്രമാണ്
കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണേ അല്ലേ? കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയണേ. കർത്താവിൻ്റെ ഡിസൈർസ് എന്താണ്, കർത്താവിൻ്റെ പ്ലാൻ എന്നാ, കർത്താവിൻ്റെ പദ്ധതി എന്നാ, കർത്താവ് നമ്മളോട് എന്നാ ഏൽപ്പിച്ചിരിക്കുന്ന ഒക്കെ നമ്മൾ അറിയുന്നത് അപ്പോഴാണ്. സോ ലെറ്റ് us pray to God. പരിശുദ്ധ പിതാവേ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും പ്രാർത്ഥിച്ചപ്പൻ്റെ തൃപ്പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഡാഡി. ഹല്ലേലൂയ. ഓ യു ഹല്ലേലൂയ ഡാഡി. Hallelujah. Oh, Ritibi Katave, whatever we do, hallelujah. Let that praise, honor your name, Daddy. Hallelujah. We want to keep your commandments. Hallelujah. Oh, out of love and respect for you, Daddy. Please help us to recognize the love that you show upon us every day. Hallelujah. Let us hear you, Daddy. കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവുമായിട്ട് ഓരോ നിമിഷവും കൂടുതൽ അടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ ഡാഡി. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവ് ഞങ്ങളെ ലീഡ് ചെയ്യണം, ഗൈഡ് ചെയ്യണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഡാഡി. ഐ എം പ്രേയിങ് ഫോർ ഓൾ ദ പാസ്റ്റേഴ്സ്, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ്, സഭ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് കിടക്കുന്ന സൂപ്പീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിധങ്ങളായ എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷണറീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനാദര വിധവുമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പെർസിക്യൂഷനിൽ കടന്നു വന്ന നോർത്ത് ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് മണിപ്പൂരിനായി പ്രാർത്ഥിക്കുന്നു. UP ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഛത്തീസ്ഗഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ നോർത്തേൺ സ്റ്റേറ്റ്സിലെ പാസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നമ്മുടെ നേഷൻസിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ് ഡാഡി. കർത്താവെ, ഞങ്ങൾ എന്ത് ചെയ്താലും അപ്പന് പ്രസാദകരമായി തീരട്ടെ. അങ്ങയുടെ ഹാലിലെ സാന്നിധ്യം വിട്ട്, അങ്ങയുടെ സ്നേഹം വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ ഇടവരുതേ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം അപ്പൻ്റെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഐ സറണ്ടർ അൺടു ജീസസ്, ഐ സറണ്ടർ അൺടു ഹോളി സ്പിരിറ്റ് ഡാഡി. ഹല്ലേലൂയ. അപ്പൻ്റെ കൃപ കൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. എല്ലാ മഹത്വവും എൻ്റെ ഈശോപ്പിച്ചും പരിശുദ്ധാത്മാവ് എടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ പാതകളിൽ നടക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തന്നാട്ടെ. സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചിട്ടിരിക്കാൻ സ്തോത്ര സാധനം ഞങ്ങൾക്ക് ഒരു ജീവൻ വെച്ചു യേശുക്രിസ്തുവിനെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.